നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തായ്ക്കണ്ടിയിൽ കുടുംബത്തിൽ അടിക്കുമേലെ വെള്ളിടി വെട്ടുന്നു. കേസും പുക്കാറും മാത്രമല്ല, സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നീക്കത്തിലേക്കും അതിവേഗം കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിന്റെ ആദ്യ ചുവടുവെപ്പായി വീണ വിജയന്റെ ചില ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. ഇനി വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലേക്കാണ് അടുത്ത നീക്കം. പിണറായിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുത്തുന്നുണ്ട്. അതിനുശേഷം കുറ്റം തെളിയിക്കുന്ന തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിണറായിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. പിണറായിക്കെതിരെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് മകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത നടപടിയിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. ഇനി തായ്ക്കണ്ടിയിൽ കുടുംബക്കാർക്ക് അത്ര നല്ല ദിനങ്ങളല്ല വരാൻ പോകുന്നത് എന്നുള്ളത് ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL കമ്പനി ഉടമകൾ, കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ 29 കോടി മൂല്യമുള്ള സ്വത്തുക്കൾ ഒരാഴ്ചയ്ക്കകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടും എന്നാണ് വിവരങ്ങൾ. പിണറായിയുടെ മൊഴിയും രേഖപ്പെടുത്തും. കണ്ടുകെട്ടലിന് EDയുടെ ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. താൽക്കാലിക കണ്ടുകെട്ടലാവും ആദ്യം. ഉടമകളുടെ വിശദീകരണം കേട്ട ശേഷമായിരിക്കും സ്ഥിരമായ കണ്ടുകെട്ടലിലേക്ക് കടക്കുക. ED റെയ്ഡിലും തുടരന്വേഷണത്തിലും കണ്ടെത്തിയ സ്വത്തുക്കൾ, മരവിപ്പിച്ച സ്വത്തുക്കൾ തുടങ്ങിയവയുടെ വിശദാംശം ശേഖരിച്ചിട്ടുണ്ട്. വീണയുടെ ഭൂസ്വത്തുക്കൾ, എക്സാലോജിക് സൊല്യൂഷൻസിന്റെ സ്വത്തുക്കൾ എന്നിവയുടെ പട്ടികയും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. CMRL കമ്പനി ഉടമകൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ കണ്ടുകെട്ടേണ്ട സ്വത്തുക്കളുടെ ആധാരങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകളുടെ രേഖകൾ തുടങ്ങി സമഗ്രമായ റിപ്പോർട്ടാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. വീണയുടെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടി ഉടൻ തുടങ്ങുമെന്ന വാർത്ത റിയാസിന്റെ ചങ്ക് തകർത്തിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള്. റിയാസ് മരുമോനും മാസപ്പടി ബെൽറ്റിൽ ഉണ്ടെങ്കിൽ ED വിടില്ല. പലതും കണ്ട് തായ്ക്കണ്ടിയിൽ കുടുംബത്തിൽ ചെന്ന് കയറിയ റിയാസിന് എല്ലാം കൈവിട്ടു പോകുന്നത് എങ്ങനെ സഹിക്കാനാകുമെന്നാണ് ചില പരിഹാസങ്ങളൊക്കെ വരുന്നത്. ചെന്ന് കയറുന്ന വീട്ടിൽ ഒരു നല്ല കാര്യം നടന്നാൽ എല്ലാം വന്നു കയറിയ മരുമകളുടെ ഭാഗ്യമാണെന്നൊരു വർത്തമാനം നാട്ടിൻപുറങ്ങളിലുണ്ടല്ലോ. എന്നാൽ വന്നു കയറിയ മരുമകൻ കാരണം തായ്ക്കണ്ടി കുടുംബത്തിന് ഇപ്പോൾ വെച്ചടി ഇറക്കമാണെന്നാണ് പരിഹാസം. വീണയെ കല്യാണം കഴിച്ചത് മുതൽ മുഹമ്മദ് റിയാസ് കേൾക്കാത്ത തെറികളും പരിഹാസങ്ങളുമില്ല. കപ്പിത്താന്റെ മകളെ കല്യാണം കഴിച്ചതിന് മന്ത്രി കസേര സ്ത്രീധനം കിട്ടിയ ലോകത്തിലെ ആദ്യത്തെ മരുമകൻ, തനിക്ക് ശേഷം പാർട്ടിയുടെ താക്കോൽ പിണറായി കൊടുക്കാൻ പോകുന്ന അടുത്ത നേതാവ്, ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിലിരുന്ന ലാവ്ലിൻ തെളിവുകൾ നശിപ്പിച്ചതിന് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന പോലെ മകളെ കെട്ടിച്ചു കൊടുത്തു, പിണറായി പതുക്കിയതെല്ലാം അനുഭവിക്കാൻ പോകുന്ന മുതല് തുടങ്ങിയ എല്ലാ കാലത്തും റിയാസിന് നേരെ പരിഹാസങ്ങൾ ഡസൻ കണക്കിനാണ്. പക്ഷെ അതിലൊന്നും അങ്ങനെ തളരുന്ന ആളല്ല മുഹമ്മദ് റിയാസ്. വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് റിയാസ് എങ്ങനെ സഹിക്കും എന്നുള്ള ട്രോളുകൾ വരുമ്പോൾ CPMകാർ പോലും ഇപ്പോൾ അടക്കം പറഞ്ഞ് ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വീണയുടെ മാസപ്പടി കുറച്ച് റിയാസിന്റെ അക്കൗണ്ടിലേക്കും എത്തിയോ? അങ്ങനെയും ഒരു ചോദ്യം. എന്തായാലും ട്രോളുകളുടെ ചാകരയാണ്. പിണറായി പാർട്ടിയിൽ നിന്ന് പടി ഇറങ്ങിക്കഴിഞ്ഞാൽ റിയാസിന്റെ രാഷ്ട്രീയ ഭാവി അതോടെ കൂമ്പൊടിയും. പിണറായി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ആ കാലം കഴിഞ്ഞാൽ CPMകാർ തന്നെ പപ്പും പൂടയും പറിച്ച് റിയാസിനെ മൂലക്കിരുത്തും. എന്തായാലും റിയാസിന് ഇനി അത്ര നല്ല സമയമല്ല വരുന്നതെന്നും ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. ഭാര്യ ഇനി മാസപ്പടി കേസിൽ അകത്തായി കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാസിന്റെ അവസ്ഥ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. മുൻ ഭാര്യയെ ചവിട്ടിക്കൂട്ടിയതിനും ഗാർഹിക പീഡനത്തിനുമൊക്കെ ആ സ്ത്രീ പരാതിപ്പെട്ടിട്ട് പോലും റിയാസിനെതിരെ ഒരു നടപടിയും എടുക്കാതെ സംരക്ഷിച്ച ആളാണ് ഇങ്ങനെ സ്ത്രീപക്ഷം പറയുന്ന പിണറായി സർക്കാർ തന്നെ അന്നത്തെ കാലത്ത്. അത് വലിയ ആരോപണമായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്നുമുണ്ട്. അങ്ങനെ വരെ മരുമകനെ സംരക്ഷിച്ച ഒരു അമ്മായിയപ്പൻ ഇന്നിപ്പോൾ മകളെയും മകനെയും മരുമകനെയും ഒന്നും സംരക്ഷിക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. എന്തായാലും മുൻ ഭാര്യയെ ചവിട്ടിക്കൂട്ടിയതിനുള്ളതൊക്കെ ഇപ്പോൾ റിയാസിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പരിഹാസങ്ങളും ഒക്കെ ശക്തമാണ്. ഇനിയിപ്പോൾ അടുത്ത പണി കിട്ടാൻ പോകുന്ന മറ്റൊരാളുണ്ട്, പിണറായിയുടെ മകൻ വിവേക് കിരൺ. പിണറായിയെ മാത്രം ചോദ്യം ചെയ്താൽ പോരാ, മകനെ വിദേശത്ത് നിന്ന് വിളിപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യം ശക്തമാകുന്നു. മകനെ മാത്രം പോരാ, കമല വിജയനെയും വിളിച്ച് ചോദ്യം ചെയ്യണം എന്നാണ് ആവശ്യം ഉയരുന്നത്. കാരണം വീണയുടെ എക്സാലോജിക് എന്ന ബംഗളൂരുവിലെ കമ്പനിക്ക് അത് തുടങ്ങാനുള്ള പണം കൊടുത്തത് കമല വിജയനാണല്ലോ, അതായത് പെൻഷൻ കാശ്.
ഒരു കോർപ്പറേറ്റ് കമ്പനി തുടങ്ങാനുള്ള കാശ് മുഴുവൻ പെൻഷൻ കാശിലൂടെയാണ് കമല കൊടുത്തത്. അപ്പോൾ ആ അത്രയും വലിയ പെൻഷൻ കിട്ടുന്ന എന്ത് ജോലിയായിരുന്നു കമലയ്ക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതും കൂടി വ്യക്തമാകണമല്ലോ. അതുകൊണ്ട് കമലയെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്യണമെന്നാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബത്തെ മുഴുവൻ ഒരു മാസപ്പടി കേസിൽ വിളിച്ചിരുത്തി ചോദ്യം ചെയ്ത ഒരു ചരിത്രവും നമുക്ക് ഇനിയുള്ള കാലത്ത് കേൾക്കേണ്ടി വരും. മകൻ അബുദാബിയിൽ സെറ്റിൽഡ് ആണ്, അതായത് വിവേക് കിരൺ. അയാൾക്ക് തട്ടിപ്പിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയം ഉയരുന്നത്. എക്സാലോജിക്ക് കൂടാതെ വീണയുടെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ കമ്പനി, ആ ഒരു പേരും കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. ഇതുപോലെ എത്ര ഷെൽ കമ്പനികൾ ഉണ്ടാകും ഇവർക്ക്? ആരുടെയൊക്കെ പേരിൽ, ബിനാമി പേരുകളിൽ കമ്പനികൾ കാണും. ഇവിടേക്കൊക്കെ പണം മാറ്റിയിട്ടുണ്ടാകും. മകൻ അബുദാബിയിൽ ബാങ്കിലാണ്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചില അഴിമതികളിലൊക്കെ വിവേകിൻ്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങൾ പിന്നീട് കെട്ടടങ്ങിയെന്നും മറ്റൊരു കേസിൽ, അതായത് വടകരയിലെ ലൈഫ് മിഷൻ ആരോപണ കേസിൽ ED വിവേകിന് സമൻസ് അയച്ചതാണെന്നും മകനെ കേന്ദ്രീകരിച്ചും അന്വേഷണം വേണം എന്നുള്ള മുറവിളികളും തായ്ക്കണ്ടിയിൽ കുടുംബത്തെ ഒന്നാകെ വെട്ടിലാക്കുന്നുണ്ട്. അതായത് ഒരു മാസപ്പടി കേസിൽ കുടുംബം മുഴുവൻ പങ്കാളികളായ കഥയാണ് കേരളക്കര കേട്ടുകൊണ്ടിരിക്കുന്നത്. മൂക്കത്ത് വിരൽ വയ്ക്കുകയല്ലാതെ മറ്റ് തരമില്ല. കാരണം ഇവരെല്ലാവരും കൂടി, അതായത് കുടുംബക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്നിരുന്നാണോ ഈ ഒരു അഴിമതിക്ക് അല്ലെങ്കിൽ മാസപ്പടിക്ക് പ്ലാൻ ഇട്ടത് എന്നുള്ളതാണ് ചോദ്യം ഉയരുന്നത്. സാധാരണ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ ഇതുപോലെയുള്ള അഴിമതികൾ കാണിക്കുകയാണെങ്കിൽ, അതായത് ചക്കരക്കുടം കണ്ടു കഴിഞ്ഞാൽ കൈയിടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൈയിടാൻ പോകുമ്പോൾ പോലും ആണെങ്കിൽ ഈ നേതാക്കന്മാർ കുടുംബത്തെ ഒന്ന് മാറ്റി നിർത്തും. അതായത് പിന്നീട് എന്തെങ്കിലും ഒരു കേസോ എന്തെങ്കിലും തല പൊങ്ങി വരികയാണെങ്കിൽ അത് എന്നിൽ തന്നെ അങ്ങ് അവസാനിക്കട്ടെ, എൻ്റെ കുടുംബത്തിലേക്ക് വരരുത് എന്നുള്ളത് കൊണ്ട് നേതാക്കന്മാർ ഒന്ന് ശ്രദ്ധ പാലിക്കും, ഇതിൽ നിന്നൊക്കെ കുടുംബത്തെ മാറ്റി നിർത്തും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. പിണറായി വിജയൻ കുടുംബത്തോടെ കട്ടു എന്നാണ് വലിയൊരു ആരോപണം, പരിഹാസം ഉയർന്നു വന്ന് നിൽക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് വേറെ എന്താണ്? അതായത് ഒരു അഴിമതിക്ക് ഒരു കുടുംബം, ഒരു നേതാവിൻ്റെ കുടുംബം ഒന്നടങ്കം കൂട്ടുനിൽക്കുന്നു. ആ നേതാവ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ മുന്നോട്ടുള്ള സുഗമമായ പോക്കിന് വേണ്ടി ഒരു പാർട്ടിയെ തന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നു. തായ്ക്കണ്ടിയിൽ ഇങ്ങനെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് പാർട്ടിയെ. പിണറായി പറയുന്നതിനനുസരിച്ചാണ് പാർട്ടി ഇപ്പോൾ ഈ ചലിക്കുന്നത്. അതായത് ആടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചുരാമ എന്നുള്ള പാട്ട് പാടുന്നതിനനുസരിച്ച് ഈ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യം 3 സിനിമ അതിപ്പോൾ അതിൻ്റെ 4ാമത്തെ ഭാഗം വരെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കുടുംബം, അതായത് അവർക്ക് സ്വസ്ഥമായി ജീവിക്കുന്നതിന് വേണ്ടി അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അനാവശ്യമായി കടന്നു കയറിയ ഒരാളെ കൊന്നിട്ട് അയാളെ കൊണ്ട് കുഴിച്ചിടുന്നു. ഈ ഒരു കഥയാണ് ഈ 4 പാർട്ട് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്വിസ്റ്റുകളും സംഭവിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ സിനിമയാണ് പിണറായിയുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയും വെല്ലുന്ന ഒരു സിനിമയാണ് പിണറായിയും കുടുംബവും നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിപ്പോൾ എത്ര പാർട്ടായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അന്ത്യമില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒരു മാസപ്പടിയും പിണറായിയും കുടുംബവും, നമ്മൾ എത്ര കാലമായിട്ട് ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇതിലൊക്കെ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇതുവരെ ഇവർ പിടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ചോദ്യമായി ഉയരുന്നത്. അധികാരമുണ്ടായിരുന്ന സമയത്തൊക്കെ പിണറായി ആ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് കേസ് തന്നിലേക്കും മകളിലേക്കും കുടുംബത്തിലേക്കും വരാതെ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലാണ്. ഭരണഘടനാ പദവിയാണെങ്കിലും വലിയ പ്രിവിലേജ് ഒന്നും അതിനില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുകയാണ്. ഇതിനിടയിൽ മറ്റു ചിലർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായിയെ തൂക്കിയെടുക്കാൻ കഴിയാത്ത കേന്ദ്രം ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന പിണറായിയെ വേട്ടയാടിയിട്ട് എന്ത് കിട്ടാനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒരു രാഷ്ട്രീയം കാണേണ്ടത്. ഈ മാസപ്പടി കേസിട്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ, ED-യെയും SFIO-യെയും ഒക്കെ ഇറക്കി ഒരു രാഷ്ട്രീയ കളിയാണ് നടത്തിയതെങ്കിൽ, അവർ ഇപ്പോഴാണ് ഈ ഒരു ഗെയിമിലേക്ക്, അല്ലെങ്കിൽ ഈ പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിക്കുന്നത് കണ്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പിണറായിയുടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പിണറായിയെ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുകയാണ്. BJP ഇവിടെ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിനെ തങ്ങൾക്ക് എല്ലാ കാലത്തും എപ്പോഴും നേരിടാം, അവരെ മാറ്റി നിർത്താം, അവരെ ഒതുക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം BJP-ക്കുണ്ട്. കേരളത്തിൽ BJP-ക്ക് വേരുറപ്പിക്കണമെങ്കിൽ CPM-നെ ഒന്ന് മാറ്റി നിർത്തണം. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് CPM-നോട് ഒരു ചായ്വുണ്ട്. ആ ചായ്വ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആദ്യ കടമ്പ.
അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക? CPM-ന്റെ കരുത്തരായ നേതാക്കൾ അവരെ ഒന്നൊതുക്കണം. ഇവിടെ കരുത്തരായ നേതാവ് എന്ന് പറയുമ്പോൾ പിണറായി വിജയനാണല്ലോ. പിണറായി വിജയൻ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളിൽ വന്ന് പെട്ടത് പിണറായിയെ ഒതുക്കാനുള്ള ഒരു വജ്രായുധമാക്കി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതിനു മുൻപ് തന്നെ വീണ വിജയനെ തൂക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് ചോദ്യം. അതായത് BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ വേട്ടയാടിയ EDയുടെ ചില നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള വലിയൊരു വേട്ടയാടലൊന്നും കേരളത്തിൽ പിണറായി വിജയന് നേരെ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. പലപ്പോഴും പിണറായി വിജയനെ ഒന്ന് മയപ്പെടുത്തുന്ന രീതിയാണ് കണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ പ്രതിപക്ഷത്താണ് CPM. അതുകൊണ്ട് തന്നെ അവരെ വെട്ടിമാറ്റി ആ പ്രതിപക്ഷ നിരയിലേക്ക് BJPക്ക് എത്തണം. അതിനുവേണ്ടിയുള്ള കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണവും ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ കളി ഇങ്ങനെ നീണ്ടു പോകുകയാണ്. ഇതിനൊരു അന്ത്യം വേണം എന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. വീണയ്ക്ക് CMRL കമ്പനിയിൽ നിന്ന് 2.78 കോടി ലഭിച്ചതിൽ പിണറായി വിജയന്റെ മൊഴിയും രേഖപ്പെടുത്തണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ED നിൽക്കുന്നത്. പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പണം ലഭിച്ചിട്ടുണ്ട്. പിണറായിയുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് വീണയ്ക്ക് പണം നൽകിയതെന്ന് 2024 ഏപ്രിൽ 17-ന് CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത നൽകിയ മൊഴിയിൽ വ്യക്തത വരുത്തുകയാണ് EDയുടെ ഇനിയുള്ള ലക്ഷ്യം. മാസപ്പടി കേസിൽ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഡയറക്ടർ രാഹുൽ നവീനിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിണറായി വിജയനെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും പറയുന്നത്. അതിന് ശശിധരൻ കർത്തയുടെ മൊഴി മാത്രം മതി എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് പിണറായിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത് വൈകുന്നത് എന്നുള്ള ചോദ്യമാണ് ഷോൺ ജോർജ് ചോദിക്കുന്നത്. CMRLൽ നിന്ന് പണം കൈപ്പറ്റിയ എല്ലാവരിലേക്കും EDയുടെ അന്വേഷണം എത്തണം. ഒത്തുതീർപ്പും സ്വാധീനവും ഇനി നടക്കില്ല. ED ആസ്ഥാനത്തിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നല്ല നിലയിൽ പോകുന്നുണ്ട്. അത് പിണറായിയിൽ എത്തുമെന്ന് ഉറപ്പുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് താൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും ഷോൺ ജോർജ് പറയുന്നുണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ED വീണ്ടും പിണറായിയിൽ പരിശോധന നടത്തിയിരുന്നു. അത് വലിയൊരു നീക്കമായിരുന്നു. അതായത് വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലേക്കുള്ള നീക്കം. ED സംഘം ഈ മാസം 8-ാം തീയതിയായിരുന്നു പിണറായിയിലെ വില്ലേജ് ഓഫീസിലെത്തി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചത്. വില്ലേജ് ഓഫീസിൽ ഓഫീസർമാർക്കൊപ്പം ഭൂമി കാണുകയും ചെയ്തിരുന്നു ED ഉദ്യോഗസ്ഥർ. പിണറായിയിലെ പാതിരിയോട് വില്ലേജുകളിലെത്തി പരിശോധന നടത്തിയപ്പോൾ പിണറായി പാറപ്രം റോഡിൽ വീണയുടെ പേരിൽ 80 സെന്റ് സ്ഥലം ഉള്ളതായിട്ടാണ് കണ്ടെത്തിയത്. കോടികൾ വിലയുള്ള ഈ സ്ഥലം വാങ്ങാൻ എങ്ങനെ പണം ഉണ്ടായി എന്നതിൽ വ്യക്തമായ ഉത്തരമില്ല. പാതിരിയാട് വില്ലേജിൽ പിണറായി വിജയന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലവും അന്ന് ED ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ചപ്പോൾ ഇതും വീണ തൈക്കണ്ടിയുടെ പേരിലുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു. മാസപ്പടി കേസിൽ വീണയുടെ കയ്യിലുള്ള രേഖകൾ പരിശോധിക്കുകയും കൊണ്ടുപോകുകയും ചെയ്തിരുന്നു ED ഉദ്യോഗസ്ഥർ. അതിൽ തുടരന്വേഷണങ്ങൾക്കായാണ് ED സംഘം പിണറായിയിലെത്തിയത്. ഏതു വർഷമാണ് ഭൂമി വാങ്ങിയത്, എത്ര രൂപയ്ക്കാണ് ഭൂമി വാങ്ങിയത് എന്നീ കാര്യങ്ങളായിരുന്നു അന്വേഷിച്ചത്. ഭൂമിയുടെ നികുതി അടച്ചതിന്റെ രേഖകളും ED സംഘം കൊണ്ടുപോയിരുന്നു. സ്ഥലത്തിന്റെ രേഖകൾ പരിശോധിച്ചതിന് ശേഷം റിപ്പോർട്ടുകൾ ഡൽഹി ഓഫീസിലേക്ക് കൈമാറിയിരുന്നു. അറസ്റ്റും ജയിലും മാത്രമല്ല, പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധികളാണ്. കരിമണൽ കമ്പനിയിൽ നിന്നുൾപ്പെടെ അനധികൃതമായി വന്നുകൊണ്ടിരുന്ന മാസപ്പടി കോടികൾ അപ്പാടെ കണ്ടുകെട്ടാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കർത്തയുടെ കമ്പനിയിൽ നിന്ന് മാത്രമല്ല, മറ്റ് ചില കമ്പനികളിൽ നിന്നും വീണയുടെ കമ്പനി പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. കോടിക്കണക്കിന് രൂപ വീണ വിജയൻ പല വഴി ചെലവഴിച്ചതായും ഇതൊക്കെ ഏത് വഴി വന്നതാണെന്നും തെളിവടക്കം ED കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. സ്വർണം, വജ്ര ആഭരണങ്ങൾ, ലക്ഷങ്ങളുടെ വസ്ത്രങ്ങൾ ഇവർ വാങ്ങിയിരുന്നതായിട്ട് ED കണ്ടെത്തിയിട്ടുണ്ട്. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം 130 കോടിയുടെ വ്യാജ ചെലവുകളാണ് കണ്ടെത്തിയത്. ഇതിൽ വീണയുടെ എക്സാലോജി കമ്പനിക്ക് IT കൺസൾട്ടൻസി സേവനങ്ങളുടെ പേരിൽ നൽകിയ 2.78 കോടി രൂപയുടെ വ്യാജ പേയ്മെന്റുകളും ഉൾപ്പെടുന്നുണ്ട്. കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കും ശശിധരൻ കർത്തയുടെ CMRLും സഹോദര സ്ഥാപനവും പ്രതികളാണ്. വീണയ്ക്കും കൂട്ടുപ്രതികൾക്കും പ്രതികൾക്കെതിരെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേസിന്റെ ഭാഗമായി വീണ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. പിണറായി വിജയന്റെ മകൾ വീണ ഇത്രയും വലിയ ഒരു ഊരാക്കുടുക്കിലേക്ക് വീഴുമ്പോൾ മകളെ അച്ഛൻ തന്നെ കൊണ്ട് കുഴിയിൽ ചാടിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം.
കാരണം പിണറായി അറിയാതെ മകൾ ഈ ഒരു വലിയ മാസപ്പടി കേസിലേക്കൊന്നും തല വെച്ചു കൊടുക്കില്ലല്ലോ. അപ്പോൾ അച്ഛൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നീക്കങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ് ഒരു ആരോപണം ശക്തമായി ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഇഡിയുടെ പക്കൽ തെളിവുകളുണ്ട്, അവർ ശക്തമായി മുന്നോട്ട് പോകുന്നു. വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.